പാഠം 725. ഒരു നല്ല സ്ഥാനാർത്ഥിയെ തേടി. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനുള്ള പ്രചരണം മുറുകുന്നു. വിവിധ രാഷ്ട്രീയ കക്ഷികളും സ്ഥാനാർത്ഥികളും അരയും തലയും മുറുക്കി രംഗത്തിറങ്ങിയതോടെ മത്സരരംഗം കൊഴുത്തു. വീട് കയറിയുള്ള പ്രചരണവും കാര്യമായി മുന്നേറുകയാണ്. പഞ്ചായത്ത് തല എന്താണ് പത്രത്തെ വലിയ വിശേഷം? നമ്മുടെ നാട്ടിൽ അടുത്ത 2-ാം തീയതിയും 5-ാം തീയതിയുമായി ഒരു തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. അതിൽ വലിയ എന്ത് വാർത്തയാണുള്ളത്? ഒന്നും പറയാതിരിക്കാൻ മോനട്ടാ നല്ലത്. നാട് മുഴുവൻ വോട്ട് ചോദിച്ച സ്ഥാനാർത്ഥികൾ ചുറ്റി ഇറങ്ങിക്കൊണ്ടിരിക്കുക. പഞ്ചായത്തിലേക്ക്, ബ്ലോക്കിലേക്ക്, ജില്ലാ പഞ്ചായത്തിലേക്ക് വന്ന് വന്ന് ആരൊക്കെ എങ്ങോട്ടൊക്കെയാ മത്സരിക്കുന്നതെന്ന് പോലും നിശ്ചയില്ല. കഷ്ടം. ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണ് എന്ന് പോലും നിനക്കറിയില്ല. പിന്നെ നിനക്ക് എന്താ അറിയാവുന്നേ? പത്രം വായിക്കണമെങ്കിൽ പത്രം ഇരുന്ന് വായിക്കുക, ചായ കുടിക്കുന്നെങ്കിൽ ചായ കുടിക്കുക, എന്നിട്ട് വേഗം ആഫീസിൽ പോകാൻ നോക്ക്. അതിനിടയിൽ എന്നെ രാഷ്ട്രം പഠിപ്പിക്കാൻ വരണ്ട. കഷ്ടം. ജനാധിപത്യ ബോധമില്ലാത്ത ഇവളെ പോലുള്ള വിവരദോഷികളാണ് ഈ നാടിന്റെ ശാപം. ഹലോ, അതെ, ആ സത്യപാലനായിരുന്നോ? ഇതെന്താ രാവിലെ? ആ മോഹനേട്ടൻ ഉണ്ട്. മോഹനേട്ടനുമായിട്ട് എന്താ ഇടപാട്? ഓ അതെയോ, വേണ്ട വേണ്ട, സത്യപാലൻ തന്നെ ചോദിച്ചാ മതി. ഞാൻ മോഹനേട്ടൻ വിളിക്കാം. മോഹനേട്ടാ, ഇപ്പൊ വരും, ഒന്ന് ഹോൾഡ് ചെയ്യട്ടോ. നിങ്ങളൊക്കെ വിചാരിക്കുന്നതിൽ അത്ര വലിയ കുഴപ്പക്കാരനൊന്നുമല്ല എന്റെ മോനേട്ടൻ. നിയമം വിട്ട് എന്റെ മോനേട്ടൻ ഒന്നും ചെയ്യില്ലെന്ന് മാത്രം. ആ മോനേട്ടൻ വന്ന് ഞാൻ കൊടുക്കാം. സത്യപാലൻ. ഏത് സത്യപാലൻ? ഓ, എന്റെ കൂടെ ജോലി ചെയ്യുന്ന സത്യപാലൻ. നിന്റെ കൂടെ ജോലി ചെയ്യുന്ന സത്യപാലൻ എന്തിനാ എന്നെ വിളിക്കുന്നത്? ഒരു കൈവശാവകാശ സർട്ടിഫിക്കറ്റിന്റെ കാര്യത്തിനാണ്. ഹലോ, അതെ, അതിനെന്താ? വസ്തുവിന്റെ ആധാരത്തിന്റെ അസലും പകർപ്പും മുന്നാധാരത്തിന്റെ പകർപ്പും കരമടച്ച രസീതുമായിട്ട് ഒരു അപേക്ഷ തന്നാൽ 3 ദിവസത്തിനകം കൈവശാവകാശ സർട്ടിഫിക്കറ്റ് കിട്ടിയിരിക്കും. അല്ല, സത്യപരം വരണമെന്നില്ല, ആരെങ്കിലും അയച്ചാൽ മതി. ആരാ? പോയി നോക്കിയാലേ അറിയാൻ പറ്റൂ. എനിക്ക് ജോലി മോശമില്ല. നമസ്കാരം. ഗോപാലൻകുടി ചേട്ടൻ എന്താ ഈ വഴിക്ക്? അത് കൊള്ളാം. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോ പഞ്ചായത്ത് പ്രസിഡന്റ് വീട്ടിൽ വരുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ എന്താ പറയുക? അല്ല, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. ഗോപാലൻകുടി ചേട്ടൻ മത്സരിക്കുന്നത് ഈ വാർഡിലല്ലോ, അതുകൊണ്ട് വോട്ട് ചോദിക്കാൻ ഇവിടെ വരേണ്ട കാര്യമില്ലല്ലോ, അത് ഓർത്ത് വെച്ചതാ. അല്ല, ഞാൻ മത്സരിക്കുന്നത് ഈ വാർഡിലല്ല എന്നുള്ള നേരാ. പക്ഷെ ഞങ്ങളുടെ പാർട്ടിയുടെ സ്ഥാനാർത്ഥി ഈ വാർഡിലുണ്ടല്ലോ. മോഹനകൃഷ്ണൻ ആവുമ്പോ ഈ വാർഡിലെ പ്രധാന സർക്കാർ ഉദ്യോഗസ്ഥൻ. അപ്പൊ പിന്നെ വരാതിരിക്കാൻ പറ്റുമോ? ഒരുപാട് വീടുകളിൽ ഇനിയും പോകാനുണ്ട്. എന്നാലും പഞ്ചായത്ത് പ്രസിഡന്റ് വീട്ടിൽ കയറി വന്നിട്ട് ഒരു ചായ പോലും തരാൻ പറ്റില്ല, എന്തൊരു കഷ്ടമാണ്. അല്ല, ഇതാണ് ഞാൻ പറയുന്നത്. വീട്ടിലെ പെണ്ണുങ്ങൾക്ക് ഉത്തരവാദിത്തമില്ലെങ്കിൽ ആണുങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കിടും. അല്ല മോഹനകൃഷ്ണ, അറിയുമ്പോഴും ആയിക്കോല, അടിസ്ഥാന കാര്യം പോലും അറിയില്ല. ആ വിഷയം വിട് മോഹനകൃഷ്ണ. എന്തായാലും മോഹനകൃഷ്ണനെ നേരിൽ കാണാൻ പറ്റിയല്ലോ. ഇനിയിപ്പോ ഇലക്ഷൻ കഴിഞ്ഞ് കാണാം. എന്താ? അപ്പോ വോട്ടിന്റെ കാര്യം ഞാൻ പറഞ്ഞതുപോലെ തന്നെ. ഗോപാലൻകുടി ചേട്ടൻ ധൈര്യമായിട്ട് പോയിക്കോളൂ. കാര്യം ഞാൻ ഏറ്റു. ആയിക്കോട്ടെ ആയിക്കോട്ടെ. കുറച്ചു മുമ്പേ നീ എന്താ പറഞ്ഞത്? വീട്ടിൽ വരുന്ന ആളുകൾക്ക് കൊടുക്കുന്ന ഭക്ഷണത്തിന് കണക്ക് പറയുന്ന ആളാണ് ഞാൻ എന്ന്. ഇപ്പൊ എന്താ ഉണ്ടായത്? എന്താ ഉണ്ടായത്? നിന്റെ കൂടെ ജോലി ചെയ്യുന്ന സത്യപാലൻ എന്ന കേസില്ല വക്കീൽ ഇവിടെ വന്നപ്പോ കുടിക്കാൻ ചായയും കഴിക്കാൻ ഏത്തപ്പഴവും അച്ചപ്പവും കാവർത്തതും. പഞ്ചായത്ത് പ്രസിഡന്റ് ഗോപാലൻകുടി ചേട്ടൻ വന്നപ്പോ ഒരു ചായ പോലും കുടിക്കാൻ കൊടുക്കാനില്ല. എന്തൊരു കഷ്ടമാണ്. എന്നിങ്ങനെ കുറ്റം പറഞ്ഞ എന്തിനാണ് മോനട്ടാ? പാല് തീർന്നു പോയി. പഞ്ചായത്ത് പ്രസിഡന്റ് ഇങ്ങോട്ട് വരുമെന്ന് എനിക്കറിയായിരുന്നു. ഒരു തെരഞ്ഞെടുപ്പ് കാലമാണ്.
അതുകൊണ്ട് നാട്ടിലെ പ്രമുഖരായ ജനപ്രതിനിധികൾ വീട്ടിൽ കയറി വന്നിരിക്കും. ഞാൻ ഒരു വില്ലേജ് ഓഫീസർ ആയതുകൊണ്ടും നാട്ടുകാർ മുഴുവൻ ബഹുമാനിക്കുന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായതുകൊണ്ടും എന്റെ അഭിപ്രായങ്ങൾ ചോദിച്ചറിയാൻ ഗോപാലൻകുട്ടി ചേട്ടനെ പോലുള്ളവർ വരുമെന്ന് നീ മുൻകൂട്ടി അറിയണമായിരുന്നു. അങ്ങനെയുള്ള തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ വീട്ടിൽ വരുമ്പോ ഒരു ചായ എങ്കിലും കൊടുത്തില്ലെങ്കിൽ അത് ജനാധിപത്യത്തെ അവഹേളിക്കുന്ന തുല്യല്ലേ അല്ലേ? ചായ മാത്രമല്ല കേട്ടോ, ഏത്തപ്പഴം ഞാൻ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. നിങ്ങൾ വരും നേരത്തെ അറിയിച്ചിരുന്നെങ്കിൽ ഞാൻ കപ്പയും മീനും ഒക്കെ ഉണ്ടാക്കി വെച്ചേനെ. അയ്യോ, അത്രയൊക്കെ വേണോ? വേണം. ഒരു ജനാധിപത്യ രാജ്യത്ത് തെരഞ്ഞെടുപ്പാണ് ഏറ്റവും വലുത്, കപ്പയും മീനും അല്ല. നിങ്ങളൊക്കെ നിൽക്കേ, ഞാൻ പഴം പുഴുങ്ങിയത് ഇപ്പൊ എടുത്തിട്ട് വരാം. കഴിച്ചിട്ടേ പോകണേ.